ഹലോ ഗൈസ്, അപ്പം നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ഒരു മൂവിക്ക് പോവാണ് കേട്ടോ. ഷോ ഉണ്ടായിരുന്നത് ഒരു 10:45 ടൈമിലായിരുന്നു. അപ്പോൾ ഇനി അനിയത്തിനും അവർ പിക്ക് ചെയ്യാൻ വരാമെന്ന് ഞങ്ങൾ ഇത്ര വരുന്നല്ലോ കേട്ടോ, അത്യാവശ്യം പേരുണ്ടായിരുന്നു. ഒരു കാലം കൂടെ അടുത്ത ടീം വരാണ്ട്. ഏത് മൂവിക്ക് പോകണമെന്ന് ഞാൻ പറയാൻ പറഞ്ഞു. ദൃശ്യം 3 ഞങ്ങൾ പോണത്. നമ്മൾ മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നത് പെരുമ്പിലാവിലുള്ള ഫാൽക്കൺ മാളിലാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോണത്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങളപ്പം വേറെ ഒരു ടീമും കൂടെ ജോയിൻ ചെയ്യാണ്ടെന്ന് അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തമ്മിൽ കണ്ടപ്പോഴുള്ള സന്തോഷ പ്രകടനങ്ങളാണ് ഈ കാണുന്നത്. ഇത് കാണുമ്പോൾ വിചാരിക്കും കുറേ കാലമായി കണ്ടിട്ടുണ്ട്, 2-3 ദിവസം മുന്നും കൂടെ കണ്ടിട്ടുള്ളവര്. ഞാൻ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മൂവി തുടങ്ങാനായിട്ടുണ്ടായിരുന്നു. കുടുംബത്തെ രക്ഷിക്കാനുള്ള പരിപാടി അല്ലേ? നിങ്ങൾ ഇതെല്ലാം അറിയുന്നു എന്നെങ്കിലും. അങ്ങനെ മൂവിയൊക്കെ തുടങ്ങി ഇന്റർവെല്ലായപ്പോ എല്ലാരും കൂടെ പോപ്കോൺ വാങ്ങാൻ ഇറങ്ങി. കല്യാണം കഴിക്കരുത് അളിയൻ പറയുന്നത്. ഇവരെന്ന് ആരും പോപ്കോൺ തോണ്ടാണ്ടിരിക്കാനാണ് ഇവര് അതും കെട്ടിപ്പിടിച്ച് നിന്നിരുന്നത്. അങ്ങനെ പോപ്കോൺ ഒക്കെ വാങ്ങി ഞങ്ങൾ കഥയും പറഞ്ഞ് അവിടെ തന്നെ തിന്നു തുടങ്ങി. സിനിമ തുടങ്ങാനായിട്ട് ഞങ്ങൾ അകത്ത് കയറിണ്ടായി. അങ്ങനെ പിന്നെ 2-3 പേര് കയറിയപ്പോ ബാക്കി എല്ലാവരും ഇങ്ങനെ പിന്നാലെ വന്നിറങ്ങി. അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു 1:30 ഒക്കെ ആയിട്ടുണ്ടെന്ന്. എന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ അവിടെ നിന്ന് വർത്താനം പണ്ടൊക്കെയാണ് പോയത്. ഞാൻ അവർക്ക് മുന്നേ ക്ലൈമാക്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ ആയി. പറഞ്ഞത് ക്ലൈമാക്സ് എന്താ? ഞാൻ ആർക്ക് വിഷമമാണ്, എനിക്ക് ക്ലൈമാക്സ് അറിയായിരുന്നു. ഞാൻ അവർക്ക് ആർക്ക് വിഷമമുണ്ടോ വെച്ച് ഞാൻ പറഞ്ഞു. അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ വർത്താനം പറഞ്ഞൊക്കെ കണ്ടിട്ട് കുറച്ച് പേര് പിന്നെ യാത്രയൊക്കെ പറഞ്ഞു പോയി. ബൈ ബൈ. അതൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്നിട്ട് അടുത്ത് ചർച്ച ഇവിടുന്ന് ചായ കുടിക്കണമെന്ന്. അങ്ങനെ ലാസ്റ്റ് മുഹബത്തിന്റെ ചായക്കട വന്നു. ചായക്കടയിൽ പോയി ചായയൊക്കെ വാങ്ങി കുടിച്ച് അന്ന് പിന്നെ ആളെ വീട്ടിലേക്ക് വിട്ടില്ല. അത് പിന്നെ സ്വാഭാവികം. പിന്നെ നേരെ കസിന്റെ വീട്ടിൽ പോവാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങളൊരു 3 മണി 3:30 ഒക്കെ ആകുമ്പോഴാണ് വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ശബ്ദം ഉണ്ടാക്കാണ്ട് ആരും എണീപ്പിക്കാണ്ട് കയറി വീട്ടിൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റയിലാണെങ്കിൽ ഫോളോ ആക്കാം. അപ്പൊ ഓക്കെ, ബൈ.